ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് ഒരു അടപ്രഥമം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പാക്കറ്റ് അട തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് 10 മിനിറ്റോളം വേവിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചൗരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ശർക്കര ഒരു 250 ഗ്രാം ശർക്കര ഉണ്ട് കേട്ടോ. അത് പാനിയാക്കാൻ ഒരു അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു തേങ്ങയും നമ്മൾ എടുക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ട്. ഊറ്റി വാരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാറിയും തിരിഞ്ഞ് നമ്മൾ തേങ്ങ തിരികെ എടുക്കുകയാണ് കേട്ടോ. 1-ാം പാലും 2-ാം പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നെയ്യൊഴിച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മിക്സിയിലിട്ട് തന്നെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ പിഴിയാൻ എനിക്ക് കറക്റ്റ് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് 1-ാം പാലം 2-ാം പാലായിട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചാൽ മാത്രം പോലെ അത് പിഴിഞ്ഞ് എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു അരിപ്പ വേണം. അപ്പോൾ അരിപ്പിക്കകത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം വറുത്തെടുത്ത ആ നെയ്യിലേക്ക് നമ്മുടെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അടയും അതിനകത്തിട്ട് നല്ലപോലെ വേവിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 3-ാം പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങേൻ്റെ 3-ാം പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച ചൗരിയാണ് കേട്ടോ ചേർക്കുന്നത്. നല്ലപോലെ ഇളക്കി അത് കുറച്ചും കൂടെ വേവാൻ ഇടുമ്പോഴത്തേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചുക്ക്, ഏലക്ക, ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അടുപ്പിൽ തീ കുറവായതുകൊണ്ട് വേണ്ട വിധം തീ കിട്ടാത്തതുകൊണ്ട് നേരെ അത് ഗ്യാസിലോട്ട് കൊണ്ടുവച്ച് ഒടുവിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ 3-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയുടെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആ ഒരു മധുരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കുടിച്ച് നോക്കി അഭിപ്രായം അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അഭിപ്രായ ഉദ്യോഗസ്ഥരെ നമ്മൾ ക്ഷണിച്ചു കൊള്ളുന്നു. 1-ാം അഭിപ്രായ ഉദ്യോഗസ്ഥയാണ് ഇതായി ഇന്ന് കഴിക്കുന്നത്. 2 പേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്നെല്ലാവർക്കും ഹാപ്പി സൺഡേ ആശംസിക്കുന്നു. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.